ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ പഴയ ഇതിന് മുമ്പിട്ട വീഡിയോയുടെ ഒരു കണ്ടിന്യൂവേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ബ്രൈഡ് ടു ബിയുടെ നൈറ്റിലുള്ളതാണ് കേട്ടോ ഈ വ്യൂസൊക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം കേട്ടോ. ഇതാണ് ബ്രൈഡിൻ്റെ വീട്. ഫുൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുക്കി കൊടുത്തതൊക്കെ കസിൻസ് തന്നെയാണ്. ബ്യൂട്ടീഷ്യൻ ഒന്നും പുറത്തുനിന്നില്ലായിരുന്നു. ബ്രൈഡ് ടു ബി ഫംഗ്ഷന് വേണ്ടിയിട്ട് ഫുൾ പ്രിപ്പറേഷൻസും ചെയ്തിട്ടുണ്ടായിരുന്നത് കസിൻസും ഫ്രണ്ട്സും ഒക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ കസിൻസ് ദേ പൂവൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്, നെറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഓരോരുത്തരും മുൻപന്തിയിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബ്രൈഡിനെ അതേ ഫൈനൽ ഇതേ ഈ ഒരു ലുക്കിൽ എത്തിച്ചിട്ടുണ്ട്. ഈ സാരിയുടെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ. ഇത് ബ്രൈഡിൻ്റെ ഉമ്മച്ചിയുടെ കല്യാണ സാരിയാണ്. അപ്പോൾ ബ്രൈഡ് ടു ബി ഫംഗ്ഷനായിട്ടൊന്നും എടുക്കുന്നില്ല എന്ന് ആദ്യം വിചാരിച്ചതാണ്. ശേഷം പെട്ടെന്നൊരു ബ്രൈഡ് ടു ബി ഫംഗ്ഷൻ നമ്മൾ ഫിക്സ് ചെയ്യുകയും പിന്നെ ഉമ്മച്ചിയുടെ കല്യാണ സാരി എടുക്കാമെന്ന് പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. മാഷാ അല്ലാഹ് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മച്ചിയും വാപ്പച്ചിയും റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം വിളിച്ച് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ബ്രൈഡിനെ തിരിച്ചു നിർത്തി ഉമ്മച്ചിയും വാപ്പച്ചിയും ഡോറ് തുറന്ന് കയറി വരുന്ന രംഗങ്ങളാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാഷാ അല്ലാഹ് രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. മോളെ റെഡിയായി നിൽക്കുന്ന കണ്ടിട്ട് രണ്ടുപേരും വന്ന് സ്നേഹ ചുംബനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, തിരിച്ചങ്ങോട്ടും കൊടുത്തു. അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു നമുക്കും കാണുമ്പോൾ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. ഒരു 6 മണി ടൈം ആകുമ്പോൾ ഫോട്ടോഷൂട്ടിന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോഷൂട്ടിന് ആൾ വന്നിട്ട് നമ്മൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ശേഷം എല്ലാം കഴിഞ്ഞിട്ട് ഇതേ കസിൻസ് എല്ലാവരും കൂടെ ചേർന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് മക്കളെ എല്ലാവരെയും കൂടെ കയറ്റി നിർത്തിയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരാളെ നിർത്തുമ്പോൾ ഒരാളെ നിൽക്കില്ല, അടുത്ത ആൾ ഇറങ്ങിപ്പോവും, ഒരാളെ പിടിച്ച് നിർത്തും. അത് എല്ലായിടത്തും സ്വാഭാവികമാണല്ലോ. നെക്സ്റ്റ് നമ്മൾ ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മച്ചിയും വാപ്പച്ചിയും അനിയനും കൂടെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഊഴമാണ് കേട്ടോ. അപ്പോൾ ഇതും അവരുടെ നെയ്ബറാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഫ്രണ്ട്സ് ആയതാണ്. അങ്ങനെ നമ്മളും വീഡിയോ ഫോട്ടോയും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. ആ ടൈമിന് ഈശ്വല ഒന്ന് മുടി ഒതുക്കുമ്പോൾ ഈശ്വലിൻ്റെ തലയിൽ സ്ലൈഡ് ഊരി വന്നിട്ടുണ്ടായിരുന്നു കണ്ടോ. അപ്പോൾ ഈശ്വല അത് എൻ്റെ കയ്യിൽ തന്നിട്ട് ഊരിപ്പോയെന്ന് പറയുവാണ്. ഞാൻ കുഴപ്പമില്ല, കയ്യിൽ വെച്ചോ, നമുക്ക് പിന്നീട് കുത്താമെന്ന് പറഞ്ഞ് ഈശ്വലിനെ ഫോട്ടോയ്ക്ക് നിർത്തിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഗ്രാൻഡ് മദേഴ്സാണ്. ഒന്ന് ഉമ്മച്ചിയുടെ ഉമ്മായും ഒന്ന് വാപ്പച്ചിയുടെ ഉമ്മായുമാണ്. മാഷാ അല്ലാഹ് രണ്ടുപേരും ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ നമ്മളോടൊക്കെ. പിന്നെ ബ്രൈഡിൻ്റെ ഉമ്മച്ചിയുടെ സഹോദരങ്ങളാണ്. ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നവരെയൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞും പിന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ക്യാമറാമാനാണിത്. ക്യാമറാമാൻ വന്ന് കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും വാപ്പച്ചിയുടെ ഉമ്മായും കൂടെ ഇരുത്തിയിട്ട് നമുക്ക് ഒരു ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് ഇരുത്തിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാം. ഇത് നമ്മുടെ മെഹന്തി ആർട്ടിസ്റ്റാണ് കേട്ടോ. ഈ ബ്ലാക്ക് മഫ്ത ഇട്ടിരിക്കുന്നത്. ആർക്കെങ്കിലും മെഹന്തി ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ കോൺടാക്റ്റ് നമ്പറൊക്കെ പാസ് ചെയ്യാം. അപ്പോൾ മെഹന്തി ഇടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒരു അകത്ത് 2 കയ്യിലും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ലൈറ്റ് കുറവായിരുന്നു. അങ്ങനെ ഉള്ള മൈലാഞ്ചിയുടെ വീഡിയോസൊക്കെ എടുത്തിട്ട് വിടാമെന്ന് പറഞ്ഞിട്ട് പോയവരെ തിരിച്ച് വിളിച്ചിരുത്തിയിരിക്കുകയാണ്. ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് എന്നിട്ട് നമുക്ക് കൈയുടെ പുറത്തിടാം. അവിടെ ഫ്രണ്ടിൽ ലൈറ്റില്ല, പിന്നെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ ഇടാൻ പറ്റുന്നില്ലായിരുന്നു മെഹന്തി. പിന്നെ കുറച്ച് ഫോട്ടോസ് പുറത്തുനിന്ന് ഔട്ട്ഡോർ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഗ്രൂമിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ക്യാമറാമാൻ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് പോകാൻ ഇറങ്ങിയ ടൈമിനാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അവരെ എല്ലാവരെയും കൂടെ നിർത്തിയിട്ട് ഫോട്ടോസൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മുടെ ബ്രൈഡിനെ മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ.
അങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. വീണ്ടും നമ്മൾ മെഹന്തിയുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ റൂമിലേക്ക് പോയിട്ടോ. അപ്പോൾ ആരുടെയും ഡിസ്റ്റർബൻസും ഇല്ല, ലൈറ്റും ഉണ്ട്. നമുക്ക് മനസമാധാനമായിട്ടിരുന്ന് ഇടുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോയിട്ട് മെഹന്തി ആർട്ടിസ്റ്റ് മൈലാഞ്ചി ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് വീഡിയോസും കൂടി എടുത്തിട്ട് പോകാം. ഇപ്പോൾ തന്നെ ടൈം ഒരു 8 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അവൾ ഒരു വിധത്തിൽ വിടത്തില്ല, വീണ്ടും വീണ്ടും ഇരിക്കും, പിന്നെ പോകാൻ കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് ഇരുത്തി മണി 8 ആയിട്ടോ. ഇത് അവളുടെ ഫ്രണ്ടാണ്. അവർ മദ്രസയിൽ ഒരുമിച്ച് പഠിച്ചവരാണ് കേട്ടോ. ആ ഒരു സുഹൃത്ത് ബന്ധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. മാഷാ അല്ലാ, വളരെ സന്തോഷമായിരുന്നു. ഞാനും അവിടെ പോയിട്ടാണ് ഇവരൊക്കെ കൂട്ടാക്കിയിട്ടുള്ളത് കേട്ടോ. എനിക്ക് പുതിയ ഫ്രണ്ട്സിനെയൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്ന മെഹന്തിയുടെ വീഡിയോസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ. ഒപ്പം ഒരു ലൈക്കും കൂടെ തന്ന് ഫുൾ സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി അവിടെ എന്തൊക്കെ പണി നടന്നാലും അവരുടേതായ ഒരു ലോകത്താണ് കേട്ടോ. മക്കളെ രണ്ടുപേരും കൂടെ ബലൂണൊക്കെ ഊതി വീർപ്പിച്ച് അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബ്രൈറ്റ് ടു ബി ഫംഗ്ഷന് വേണ്ടിയിട്ട് കുറച്ച് ബലൂൺസ് എല്ലാം വീർപ്പിച്ച് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതിൻ്റെ ബ്രൈറ്റ് ടു ബി വീഡിയോ പോയി കണ്ടോളൂ കേട്ടോ. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് വരും ഇൻഷാ അല്ലാ. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ മുഴുവനായും കണ്ട് ഫുൾ സപ്പോർട്ടും ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. അങ്ങനെ നമ്മൾ ആ ഫ്രണ്ടിനെ കണ്ടില്ലേ, അവളുടെ മദ്രസയിലെ കൂട്ടുകാരി, ആ കൂട്ടുകാരിയെ നമ്മളൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അവളുടെ വീട്ടിലേക്ക്. എന്നിട്ട് നമ്മളതേ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഉടനെ തന്നെ അടിപൊളി ഒരു വീഡിയോയുമായി, ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാ.